ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കുകളനുസരിച്ച് $4.187 ട്രില്യൺ ഒരു സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറിയിരിക്കുന്നുവെന്ന് നീതി ആയോഗിൻ്റെ സിഇഒയുടെ സിഇഒ വ്യക്തമാക്കിയത് അല്പസമയം മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത്തരത്തിൽ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോൾ, അതായത് 4ാം സ്ഥാനത്ത് ഭാരതം എത്തിയിരിക്കുന്നു. 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെ പിന്തള്ളി ഭാരതം 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഭാരതത്തിൻ്റെ 4ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിനെ വിലയിരുത്തേണ്ടത്? അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം ശാക്തീകരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക ശക്തി ഒരു ചാലകമായി മാറുന്നതിൻ്റെയും സൂചനയായി കണക്കാക്കാൻ സാധിക്കുമോ? ഐസൻ, ഒരു സേയിങ് ഉണ്ട്, റോം ഈസ് നോട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ ഡേ. അത് പല സമയങ്ങളിലായി ഉണ്ടായി വരുന്ന വികാസ പരിണാമങ്ങളുടെ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ പെട്ടെന്ന് രാജ്യം കുതിച്ചു തുടങ്ങും. ആ കുതിപ്പിന് ഊർജം നൽകാൻ, ശരിയായ ദിശാബോധം നൽകാൻ നേതൃത്വം ആവശ്യമാണ്, വേണ്ട രീതിയിലുള്ള നേതൃത്വം ആവശ്യമാണ്. അപ്പോൾ ആ നേതൃത്വം ഇന്ന് തീർച്ചയായും ഭാരതത്തിൻ്റെ തലപ്പത്ത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള, അല്ലെങ്കിൽ സ്റ്റേബിളായി ഇന്ത്യൻ ഇക്കോണമിയെയും പോളിറ്റിയും നയിക്കാൻ കഴിയുന്ന നേതൃത്വമുണ്ട്. അതേപോലെ തന്നെ റിഫോംസിൻ്റെ ഗുണഫലങ്ങൾ, നമ്മുടെ LPG പാക്കേജ് തുടങ്ങിയത് വളരെ കാലം മുൻപാണ്. 91 തുടങ്ങിയ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പാക്കേജിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതം. നോക്കൂ, 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ഇക്കോണമി വാസ് 2 ട്രില്യൺ. അത് ഘട്ടം ഘട്ടമായി മാറി 2021 അത് 3 ട്രില്യണിലേക്കും 25 കേവലം 4 വർഷത്തിനുള്ളിൽ അത് 4 ട്രില്യൺ, $4.18 ട്രില്യൺ അതിൻ്റെ വർത്ത് ഓഫ് ഇക്കോണമിയാണ്. അപ്പോൾ ഇത് ഒരു മൊത്ത കണക്കാണ്. അപ്പോൾ ഇന്ത്യ 30 ട്രില്യൺ ഇക്കോണമി എന്ന അമേരിക്കയെയും 19 ട്രില്യൺ ഇക്കോണമിയായ ചൈനയെയും, അതുപോലെ 3ാം സ്ഥാനത്ത് ഉള്ള ഇപ്പം ജപ്പാൻ, ജർമ്മനിക്ക് ഇപ്പോൾ 4.7 ട്രില്യൺ ഇക്കോണമിയാണ്. അപ്പോൾ ഒരുപക്ഷെ 2-3 വർഷത്തിനുള്ളിൽ ഭാരതത്തിന് 3ാം സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ CEO സുബ്രഹ്മണ്യം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് സുബ്രഹ്മണ്യത്തിൻ്റെയോ CEO സുബ്രഹ്മണ്യത്തിൻ്റെയോ അല്ല എങ്കിൽ നീതി ആയോഗിൻ്റെയോ മാത്രം കണക്കല്ല എന്നോർക്കണം. അപ്പം വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടാണ് അത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ IMFൻ്റെ റിപ്പോർട്ടാണ്. IMFൻ്റെ എസ്റ്റിമേറ്റ്സ് അനുസരിച്ചാണ്, കൃത്യമായ നിരീക്ഷണങ്ങളുള്ള, കൃത്യമായ കണക്കുകളുള്ള റിപ്പോർട്ട് അനുസരിച്ച് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുക എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. പലപ്പോഴും ഈ ശശി തരൂരൊക്കെ പറയും, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ലോക വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 28% ഇന്ത്യയുടെ കുത്തകയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അത് കേവലം 0.5%. അപ്പം ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പരിമിതമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഈ ഇക്കോണമിയുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു പോരായ്മയാണ്. അത് പഞ്ചവത്സര പദ്ധതി, ആദ്യകാലത്ത് പഞ്ചവത്സര പദ്ധതിയിലൂടെയും പിന്നീട് റിഫോംസ് 1, 2, 3, 4 ജനറേഷൻസ് ഓഫ് റിഫോംസ് എവർ സിൻസ് 1991. അതിൽ ഭാഗ്യത്തിന് ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും, മുന്നണി അധികാരത്തിൽ വന്നാലും, ഈ റിഫോം പ്രോസസ് ഇറിവേഴ്സിബിൾ ആണ്, അല്ലെങ്കിൽ പിന്തിരിക്കാനാവാത്തതാണ് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത് വന്നത്. ഇവിടെ നോക്കൂ, നമ്മളൊരു കാർഷിക ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്, നമ്മുടെ നട്ടൽ എന്ന് പറയുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥ ആയിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ വ്യവസായ രംഗം, അതുപോലെ തന്നെ ടെർഷറി സെക്ടർ, അതായത് സർവീസ് സെക്ടർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് IT എല്ലാം അടങ്ങുന്ന സർവീസ് സെക്ടർ അതിഗംഭീരമായി മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു നമ്മുടെ വളർച്ചയിൽ എല്ലാ സെക്ടേഴ്സും ഒരുപോലെ തന്നെ പങ്കെടുക്കുന്ന ഒരു കാഴ്ച കണ്ട്. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളെ മറികടന്ന് 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ, 2.5-3 വർഷത്തിനുള്ളിൽ അത് 3ാം സ്ഥാനത്തേക്ക് എത്തും. അവിടെയും ഗ്രോത്ത് റേറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. GDP ഗ്രോത്ത് റേറ്റ് ഇപ്പോഴത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 6.2% വാർഷിക വളർച്ചാ നിരക്കാണ് ഇന്ത്യ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു 6 മുതൽ 8 വരെ ശതമാനം ഓവർ ദ ലാസ്റ്റ് 2 decades, കഴിഞ്ഞ 2 ദശകങ്ങൾ കൺസിസ്റ്റൻ്റ്ലി 6, 7, 7.5, 8. അത് നമ്മുടെ ഇക്കണോമിക് റിസഷൻ ഉണ്ടായ, വേൾഡ് ഇക്കണോമിക് റിസഷൻ, ഗ്ലോബൽ മെൽറ്റ് ഡൗൺ ഉണ്ടായ 2008-9 വർഷങ്ങളിലാണ് ഏറ്റവും അധികം GDP വളർച്ച
നിരക്ക് നമ്മൾ രേഖപ്പെടുത്തിയത്. അന്ന് 8%, 8.7% വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രെൻഡിനോടൊപ്പം ഭാരതം പോകുമ്പോഴും യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ റെസിലിയൻസ് മറ്റ് രാജ്യങ്ങളുടെ, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിൻ്റെ റെസിലിയൻസിനേക്കാൾ കോവിഡ് പോലെയുള്ള മഹാമാരി അല്ലെങ്കിൽ ഗ്ലോബൽ മെൽഡൗൺ പോലെയുള്ള ബാങ്കിങ്, ഇൻഷുറൻസ് സെക്ടറിൻ്റെ തകർച്ച, ഇതെല്ലാം കാട്ടുന്ന ഒരു ചിത്രം. അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ ഭാരതത്തിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഇന്ത്യയിൽ ഒരു ദേശീയ കൺസെൻസസ് ഉണ്ട്. ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒരു ദിശാബോധമുണ്ട്. അതുകൊണ്ടാണ് 2047 ഭാരതം വളരെ പ്രതീക്ഷയോടെ കാണുന്ന വർഷമാണ്. 2047 വികസിത ഭാരതം. 2047 ഭാരതം വികസിത ഭാരതമാകുന്നു. പക്ഷെ അതിന് ചില പാരാമീറ്റേഴ്സും കൂടി ശരിയാകേണ്ടതുണ്ട്. ഭാരതം ഇപ്പോൾ 142 ബില്യൺ, 142 കോടി ആളുകൾ, 1.42 ബില്യൺ പീപ്പിൾ. അവിടെയൊക്കെ ഈ റിസോഴ്സസ്, നമ്മുടെ വർത്ത് വീതിച്ചു പോകുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ 190ഓളം രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളിപ്പോഴും 128ാമത്തെ സ്ഥാനത്താണ്. അതുപോലെ 138ാമത്തെ സ്ഥാനത്താണ്. നമ്മുടെ പോവർട്ടി ഇൻഡെക്സിലും നമ്മൾ വളരെ താഴെയാണ് നമ്മുടെ സ്ഥാനം. ഇതെല്ലാം തന്നെ പരിഹരിച്ചെങ്കിൽ മാത്രമേ വിതരണ പ്രക്രിയ, അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയും മറ്റുമുള്ള വിതരണ പ്രക്രിയ കാര്യക്ഷമമാക്കി പെർ ക്യാപിറ്റ ഇൻകത്തിൽ കൂടി വർധന വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസിത ലോകത്തിൻ്റെ ഒരു ഫലം വരുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ നമ്മുടെ സൈന്യത്തിൻ്റെ നവീകരണം, അതിനുവേണ്ടിയുള്ള ചെലവുകൾ, നമ്മുടെ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇതെല്ലാം തന്നെ വൻ കുതിച്ചുചാട്ടമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ നിന്നും ഒരിക്കലും ഇന്ത്യക്ക് പുറത്തോട്ട് പോകാനാവില്ല, താഴേക്ക് പോകാനാവില്ല. ഗ്രോത്ത് കർവിൻ്റെ ഒരു പ്രത്യേക ലോഞ്ചിങ് പാഡിൽ, ഒരു പീഠത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഓൺ ദി ലോഞ്ചിങ് പാഡ്. നൗ ഇറ്റ് ഈസ് ടൈം ടു ലോഞ്ച്. ഇവിടെയാണ് രണ്ട് ശക്തികളാണ് ഇപ്പോൾ വൻ വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യക്ക്. അത് ചൈനയും അമേരിക്കയുമാണ്. $19 ട്രില്യൺ ഇക്കോണമിയാണ് ചൈന, $30 ട്രില്യൺ ഇക്കോണമിയാണ്. പക്ഷേ അമേരിക്കയുടെ ഗ്രോത്ത് റേറ്റ് നോക്കൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുന്നത് 1.8% മാത്രമാണ്. യൂറോപ്യൻ യൂണിയൻ്റേത് കേവലം 0.8% ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യക്ക് 6 മുതൽ 7 വരെ കൺസിസ്റ്റൻ്റായിട്ട് ഭാവിയിൽ വളരാൻ സാധിക്കുമെന്നതാണ് ലോങ് ടേം ഔട്ട്ലുക്ക്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ ജർമ്മനിയെയും ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ചൈനയും, ഒരുപക്ഷെ അമേരിക്കയും, ചൈന ആയിരിക്കില്ല പിന്തള്ളുന്നത്, അമേരിക്കയും പിന്തള്ളാവുന്ന രീതിയിൽ ഭാവിയിലേക്കുള്ള വളർച്ചാ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് 21ാം നൂറ്റാണ്ട്, അത് ഇപ്പോൾ 21ാം നൂറ്റാണ്ട് 3ാം ദശകത്തിലായതേ ഉള്ളൂ. അതുകൊണ്ട് 5ാം ദശകത്തിലാകുമ്പോൾ യഥാർത്ഥത്തിൽ ചൈനയും ഇന്ത്യയും ദേശരാഷ്ട്രങ്ങൾക്ക് ഇതേ രൂപഭാവങ്ങളാണെങ്കിൽ ചൈനയും ഇന്ത്യയും തന്നെയായിരിക്കും ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് പാക്സ് അമേരിക്കാനയുടെ കാലഘട്ടം അവസാനിക്കുന്നു എന്നതിൻ്റെ ഏർലി സൂചനയാണ്. നമുക്കറിയാം പാക്സ് റൊമാന, റോം അധിവസിച്ചിരുന്ന, റോം ഡോമിനേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടം. അത് വലിയ കാലം എല്ലാവരും വിചാരിച്ചു റോം വിൽ നെവർ എൻഡ്. പിന്നീട് വിചാരിച്ചു ബ്രിട്ടീഷ് കാലഘട്ടം വന്നപ്പോൾ വിചാരിച്ചു പാക്സ് ബ്രിട്ടാനിക്ക, ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ചു. തകർന്ന് തരിപ്പണമായില്ലേ? അമേരിക്കയുടെ തേർവാഴ്ച 1990-കൾ മുതൽ ഏകധ്രുവ സംവിധാനത്തിലേക്ക് വരികയാണ്. ശീതയുദ്ധാനന്തരം അമേരിക്ക നയിക്കുന്ന ഒരു ലോകക്രമം മാറി മറിയുകയാണ്. ഇപ്പോഴൊരു മൾട്ടിപോളാർ വേൾഡിൽ ഇന്ത്യ ഇടം കണ്ടെത്തിയിരിക്കുന്നു. G20 നിർണായക സാന്നിധ്യം, വളരെ വലിയ സൈനിക ശക്തി, വളരുന്ന ഒരു ഏഷ്യൻ ടൈഗർ എന്ന് മുൻപ് പറഞ്ഞിരുന്നത് മറ്റു ചില രാജ്യങ്ങളെയാണ്. ഇപ്പോൾ ഇന്ത്യ ഹാസ് ബിക്കം എൻ ഏഷ്യൻ ടൈഗർ ആൻഡ് എ വേൾഡ് ടൈഗർ ഗ്രേറ്റ്. ആ പെഡിഗ്രിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ശുഭോദർക്കമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഐസൻ.